ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ രാജസ്ഥാനിലെ ജയ്സൽമർ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ രാജസ്ഥാനൊക്കെ ഒന്ന് കാണാൻ വന്നിരിക്കുകയാണ്. ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ സൺറൈസ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടൽ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല രാജസ്ഥാൻ സ്റ്റൈലിൽ തന്നെയാണ് പണിതിരിക്കുന്നതും അതിൻ്റെ സ്ട്രക്ചറുമൊക്കെ. പുറത്തേക്ക് ചെറിയ വിൻഡോകളും ഗോൾഡൻ കളറടിച്ച് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതിനെ അകത്തേക്ക് കയറുകയാണ് ഞങ്ങൾ. അതിനകത്തുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങൾ 2ാം നിലയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ റൂമുകളൊക്കെ മനോഹരമായി ഇട്ടിരിക്കുന്നു. ഇതാണ് ആ റൂം. പല സിനിമകളിൽ കണ്ട പോലുള്ള ഹോട്ടൽ റൂമുകളാണ്. TV ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്ക് നോക്കിയാൽ വെളിയിലെ കാഴ്ചകളൊക്കെ കാണാം. അടുത്ത റൂമിലെ വിശേഷങ്ങളാണിത്. അടുത്ത റൂം. ഇതിൻ്റെ ജനലുകളൊക്കെ കാണാൻ നല്ല രസമാണ്. നടുക്കുള്ള സ്ഥലമാണിത്. അവിടെ നിന്നാൽ താഴെ സംസാരിക്കുന്നതും വരുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. മുകളിലത്തെ നിലയിലേക്ക് കയറി ബാൽക്കണിയിൽ നിന്നാൽ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ജയ്സൽമർ കോട്ട കാണാൻ അതിമനോഹരമാണ്. മഞ്ഞ നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺസ് കൊണ്ട് നിർമ്മിച്ചതും രാത്രി വെളിച്ചത്തിൽ സ്വർണ്ണമണിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപം നമുക്ക് കാണാം. അതുകൊണ്ട് ഇതിനെ ഗോൾഡൻ ഫോർട്ട് അല്ലെങ്കിൽ സോണാർ കൊയില എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിക്കുന്ന കോട്ടകളിൽ ഒന്നാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ ഇന്നും ആളുകൾ താമസിക്കുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ രാവൽ ജയ്സാൽ നിർമ്മിച്ചതാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ലിസ്റ്റിലുണ്ട് ഇതിന്. മതിലും കെട്ടിടങ്ങളുമൊക്കെ സാൻഡ് സ്റ്റോൺ കൊണ്ട് സ്വർണ്ണ പൊലിമ കൊണ്ട് പ്രത്യേകതയുള്ളതാണ്. കോട്ടയ്ക്കുള്ളിൽ ജെയിൻ ക്ഷേത്രങ്ങൾ, രാജ്മഹൽ, മാർക്കറ്റ്, റോഡുകൾ, പുരാതന ഹവേലികൾ എന്നിവ കാണാം. കണ്ണുകൾക്ക് മനോഹര വിരുന്നൊരുക്കിക്കൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത പോലെയാണ് കാണുന്നത്. നല്ല തണുപ്പായിട്ടുണ്ട്. രാത്രിയായതിനാൽ എല്ലായിടവും നിശബ്ദതയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മേൽവശവും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിക്കുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കോട്ട കണ്ട ശേഷം ആ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.